നമസ്കാരം. സിനിമാ സെറ്റിൽ വെച്ച് നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തിലെടുക്കാൻ എക്സൈസ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് വിൻസി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ലഹരി ഉപയോഗിക്കുന്നു എന്ന് താൻ അറിഞ്ഞിട്ടുള്ള ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന തന്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് വിൻസി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് താൻ ആ പ്രസ്താവന നടത്തിയതെന്നതിനെ കുറിച്ചും വിൻസി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിൻസിയുടെ മൊഴിയെടുക്കാനാണ് എക്സൈസ് തീരുമാനം. നടന്റെ പേര് പറഞ്ഞാൽ നടനെതിരെ കേസുമെടുക്കും. 2018 മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത നായിക എന്ന ടാലന്റ് ഹണ്ട് ഷോയിലെ റണ്ണറപ്പായിരുന്നു വിൻസി. ഷോയുടെ വിജയത്തെ തുടർന്ന് മഞ്ജു വാര്യർക്കൊപ്പം ഗർഭിണിയായി ഒരു പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മഴവിൽ മനോരമയിൽ D5 ജൂനിയർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോ അവതരിപ്പിച്ചു. 2019 വികൃതി എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട വേഷത്തിന് വഴിയൊരുക്കി. സൗബിൻ താഹിറിന്റെ നായികാവേഷം വിൻസിക്ക് നിരൂപക പ്രശംസ നേടിക്കൊടുത്തു. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത 2021 ആക്ഷേപഹാസ്യ ചിത്രമായ കനകം കാമിനി കലഹം എന്ന ചിത്രത്തിലെ റിസപ്ഷനിസ്റ്റായ ശാലിനിയുമായി വിൻസി അഭിനയിച്ചു. മൂന്നാമത്തെ സിനിമ ഭീമന്റെ വഴിയായിരുന്നു. അതിൽ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച ഭീമനുമായി പ്രണയബന്ധത്തിലേർപ്പെട്ടിരുന്ന ബ്ലെസ്സിയായി അഭിനയിച്ചു. 2021 കരിക്ക മിനി സീരീസ് കലാക്കാച്ചിയിൽ വിൻസി പ്രത്യക്ഷപ്പെട്ടു. 2022 എമിലി എന്ന വെബ് സീരീസിലും വിൻസി ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ജനഗണമനയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു. ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ലഹരിക്കെതിരെ പ്രതികരിച്ചത്. എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ സിനിമ ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. ഇക്കാര്യം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് തീരുമാനിച്ചത്. പലതരം കാഴ്ചപ്പാടാണ് ആളുകൾക്കുള്ളതെന്ന് കമന്റുകൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിന്റെ കാരണം പറഞ്ഞാൽ ആളുകൾക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ടതില്ലല്ലോ. ഞാൻ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിലെ പ്രധാന താരത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം. അയാൾ ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ എന്നോടും സഹപ്രവർത്തകരോടും പെരുമാറി. മോശമെന്ന് പറയുമ്പോൾ എന്റെ വസ്ത്രത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കായി. ഇതാണ് വിൻസിയുടെ പ്രതികരണം. പ്ലീസ് എന്ന് എല്ലാവരും പറഞ്ഞ് എന്നെ കംഫോർട്ടാക്കിയാണ് ആ സിനിമ തീർത്തത്. സിനിമ പക്ഷേ നല്ലതായിരുന്നു. പക്ഷെ ആ വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവം അങ്ങനെ അല്ലായിരുന്നു. അതിന്റെ പേരിലാണ് ഞാൻ ആ തീരുമാനമെടുക്കുന്നത്. അതിന്റെ ഭാഗമായി ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകൾക്കിൽ നിന്നുണ്ടാകുന്നത്. എങ്കിലും അതിനെ നല്ല രീതിയിലെടുത്ത എല്ലാവരോടും നന്ദിയുണ്ട്. എന്തിനേയും കളിയാക്കുന്ന മറുവിഭാഗങ്ങളുണ്ടല്ലോ. നിനക്കെവിടെയാണ് സിനിമ ഇല്ലാത്തത് കൊണ്ട് ഈ കാരണവും പറഞ്ഞ് സിനിമയിൽ നിന്ന് പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള ബുദ്ധിയല്ലേ ഇത് എന്നെല്ലാം പറയുന്നവർക്കുള്ള മറുപടിയാണിത് എന്ന് വിൻസി വിശദീകരിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവർ വ്യക്തി ജീവിതത്തിൽ എന്തും ചെയ്തോട്ടെ, പക്ഷെ പൊതുവിടത്ത് ശല്യമാകുമ്പോഴാണ് എല്ലാത്തിന്റെയും പ്രശ്നം. അങ്ങനെയുള്ളവർക്ക് പരോക്ഷമായി കൊടുക്കുന്ന പിന്തുണയാണ് എനിക്ക് കമന്റ് ബോക്സുകളിൽ കാണാനായത്. അവരെ പോലുള്ളവർക്ക് സിനിമകളുണ്ട്, അവരെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് വിനോദമാണ്. എന്റെ ജീവിതത്തിൽ ആൽക്കഹോൾ, സിഗരറ്റ്, മയക്കുമരുന്ന് തുടങ്ങി എന്റെ മനസ്സിനെയോ ആരോഗ്യത്തിനെയോ ബാധിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത്രയും ഉറപ്പിച്ചതാണ് എന്ന് വിൻസി പറയുന്നു.